നമ്മുടെ പ്രാർത്ഥനയോടെ പരിശുദ്ധ കുർബാനയിലാണ്. നമുക്കേറ്റവും പ്രിയങ്കരനായിരുന്ന പുലവേലിൽ യൗസേപ്പച്ചനെ പ്രാർത്ഥിച്ച് ഒരുക്കി കർത്താവിൻ്റെ വീട്ടിലേക്ക് കൊടുത്ത് അയക്കുന്നതിന് വേണ്ടിയാണ്. ദീർഘമായ ഒരു കാലഘട്ടം 95 വർഷങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിക്കാനായിട്ട് ദൈവം അച്ഛനെ അനുവദിച്ചു. ഭാഗ്യപ്പെട്ട ഒരു ജീവിതത്തിലൂടെയാണ് അച്ഛൻ ഈ ലോകം വിട്ട് മറുകരയ്ക്ക് സ്വർഗത്തിലേക്ക് പോകുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സത്യസന്ധമായ നിലപാടുകൾ എടുക്കുകയും പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യം ഏവരെയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് പുലവേലിൽ ബഹുമാനപ്പെട്ട യൗസേപ്പച്ചൻ. അദ്ദേഹം ചങ്ങനാശ്ശേരി SB കോളേജിലും തേവര സേക്രഡ് ഹാർട്ട് കോളേജിലുമായിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടി MSc ഡിഗ്രി കരസ്ഥമാക്കി. വൈദിക പരിശീലനം മാംഗ്ലൂർ സെമിനാരിയിലാണ് നടത്തിയത്. തിരുപ്പട്ടം 1962 അന്നത്തെ ബോംബെ സഹായമെത്രാനായിരുന്ന ബിഷപ്പ് ലോങ്ങിനൂസ് ഫെറൈറ ആണ് അച്ഛന് തിരുപ്പട്ടം നൽകിയത്. തിരുപ്പട്ട സ്വീകരണ ശേഷം അച്ഛൻ മറ്റക്കര എസ്തന്തിയായിരുന്നു. പിന്നീട് അദ്ദേഹം ദീർഘമായ വർഷങ്ങൾ നമ്മുടെ സെയിൻറ്റ് തോമസ് കോളേജിൻ്റെ വാർഡൻ, ബർസാർ, അധ്യാപകൻ, സ്പിരിച്വൽ ഡയറക്ടർ എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ സ്തുത്യർഹമായ ശുശ്രൂഷ ചെയ്തു. അച്ഛൻ്റെ ശാസ്ത്ര വിഷയങ്ങളെല്ലാം കുട്ടികൾ കൗതുകപൂർവ്വം ഉൾക്കൊള്ളുകയും അറിവിൻ്റെ അടിസ്ഥാന ശിലകളായിട്ട് അതിനെ സ്വീകരിക്കുകയും ചെയ്തു. കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത അച്ഛന് പാലക്കാട് രൂപതയിലാണ് പിന്നീട് ശുശ്രൂഷ ചെയ്തത്. 1985 മുതൽ 2002 വരെയുള്ള സാമാന്യം ദീർഘമായൊരു കാലഘട്ടം. പാലക്കാട് രൂപതാധ്യക്ഷൻ നമ്മുടെ കൂട്ടത്തിൽ ഈ തിരുക്കർമ്മത്തിലുണ്ട്. അച്ഛൻ്റെ അവിടുത്തെ ശുശ്രൂഷകളും അവിടെയുള്ള അച്ഛൻ്റെ വീട്ടുകാരുമെല്ലാം പ്രിയപ്പെട്ട പിതാവിന് വളരെ പരിചയമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിതാവ് ദീർഘമായ മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഇപ്പോൾ ഈ ബലിപീഠത്തിൽ ആയിരിക്കുന്നത്. അവിടെ നിന്ന് 2002 തിരിച്ചു വന്ന് മുളക്കളം പള്ളിയിൽ 2 കൊല്ലം വികാരിക്കടുത്ത് ശുശ്രൂഷ ചെയ്തു. ചടനാട് ക്ലാരനഗറിൽ 2005 മുതൽ 14 വരെ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് അച്ഛൻ സേവനം ചെയ്തു. ഇടയ്ക്ക് മൈനോട്ട് സെമിനാരിയിൽ 1 കൊല്ലം ആധ്യാത്മിക പിതാവായിട്ട് സേവനം ചെയ്തു. റിട്ടയർമെൻറ്റിനെ തുടർന്ന് മുട്ടുചിറ ബിയാനി പ്രീസ്റ്റ് ഹോമിലും ഇവിടെ അച്ഛൻ്റെ സ്വന്തം വീട്ടിലുമായിട്ട് വിശ്രമജീവിതം നയിച്ച് വരുമ്പോഴാണ് അച്ഛൻ്റെ ആരോഗ്യം മോശമായതുകൊണ്ട് ചെറുപ്പങ്കൽ മെഡിസിറ്റിയിലെ കാസാദൽ ക്ലേരോ മാർസലീവ പ്രീസ്റ്റ് ഹോമിലേക്ക് അച്ഛനെ കൊണ്ടുപോയത്. അവിടെ അച്ഛൻ വളരെ സന്തോഷവാനായിരുന്നു. ഇവിടുത്തെ പ്രീസ്റ്റ് ഹോമിലും അങ്ങനെയായിരുന്നു. നമ്മളൊരു സാധാരണ വീട്ടുഭാഷയിൽ പറഞ്ഞാൽ അച്ഛനെ അവർ പൊന്നുപോലെ നോക്കി. എല്ലാ ദിവസവും അച്ഛനെ കുളിപ്പിക്കുകയും അച്ഛന് ഭക്ഷണം കോരിക്കൊടുക്കുകയും വീൽ ചെയറിലിരുത്തി വരാന്തയിൽ കൂടെ യാത്രയ്ക്ക് ഇറക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നമുക്കൊരു ആധ്യാത്മിക ഉണർവിൻ്റെ അവസരം കൂടിയായിരുന്നു. അങ്ങനെ അച്ഛൻ അവിടെ വളരെ സന്തോഷവാനായിട്ട് ജീവിക്കുകയും എപ്പോൾ കണ്ടാലും
അച്ഛൻ ആ ഒരു സ്നേഹവും അടുപ്പവും വാക്കുകളിലൂടെയും ചേഷ്ടകളിലൂടെയും എല്ലാം പ്രകടിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അച്ഛൻ്റെ വേർപാട് നമുക്ക് പ്രയാസമുള്ളൊരു കാര്യമാണ്. അച്ഛൻ നല്ല വാർദ്ധക്യത്തിലെത്തിയെങ്കിലും 95 വർഷങ്ങളായെങ്കിലും അച്ഛൻ തമ്മിൽ നിന്ന് വേർവിട്ട് പോകുമ്പോൾ നമുക്കൊരു നഷ്ടം സംഭവിക്കുന്നത് പോലെ അച്ഛനെ അടുത്തറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാകും. അച്ഛനെപ്പോഴും കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നയാളാണ്. ഈശോനാമ പ്രാർത്ഥനകൾ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ തുടങ്ങിയ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ശാസ്ത്ര മേഖലയിൽ നല്ല പാണ്ഡിത്യമുണ്ടായിരുന്നു. സത്യസന്ധനും നിഷ്കപടനുമായിരുന്നു. യാമപ്രാർത്ഥനാ പുസ്തകം എപ്പോഴും കൈവശമുണ്ടായിരുന്നു. നല്ലൊരു തറവാടാണ് അച്ഛൻ്റേത്. അച്ഛൻ അവിടെ വിശ്രമ ജീവിതം നയിച്ചപ്പോഴും ഞാൻ വന്ന് കണ്ട അവസരത്തിലൊക്കെ അച്ഛൻ കുർബാനയിൽ ആണ്. മണിക്കൂറുകളെടുത്ത് പ്രാർത്ഥിച്ചാണ് അച്ഛന് കുർബാന ചൊല്ലുന്നത്. പാലക്കാട് രൂപതയിൽ വിവിധ ഇടവകകളിൽ നല്ല സേവനം ചെയ്തു. ചടനാട് ആയിരുന്നപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും രൂപതാ കേന്ദ്രത്തിൽ വന്ന് എന്നെ കാണുമായിരുന്നു. കാണാൻ വരുന്ന അവസരത്തിലെല്ലാം സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കി കൊണ്ടുവന്ന് ഓരോന്നും എടുത്ത് പറഞ്ഞ് അഭിപ്രായങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയോ ഒക്കെയായിരുന്നു. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ അവിടെ നിന്ന് ബസ്സിനാണ് യാത്ര ചെയ്തത്. ബസ്സുകാർ അച്ഛൻ തുടർച്ചയായിട്ട് വരുന്നത് കണ്ട് എന്നെ കാണാമെന്ന് പറഞ്ഞു. പിതാവിനെ കാണാൻ വേണ്ടിയാണ് വെല്ലിച്ചൻ വരുന്നത്, ബസ്സിനാണ് പോരുന്നത്. ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അച്ഛനെ കാണുന്നത് വണ്ടി നിർത്തി അച്ഛൻ കയറി ഇരുന്നു എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ മാത്രമേ വണ്ടി എടുക്കുകയുള്ളൂ എന്ന്. അങ്ങനെയെല്ലാം കൃത്യമായിട്ട് അറിയിക്കുകയും പറയുകയും വലിയൊരു സ്നേഹബന്ധം പുലർത്തുകയും ചെയ്ത ഒരു വലിയ പുരോഹിതനായിരുന്നു യൂസഫച്ചന്. അച്ഛനൊരു കാലഘട്ടത്തിൽ നല്ല തമാശകാരനും കുറിക്കുകൊള്ളുന്ന ഉത്തരം കൊടുക്കുന്നയാളുമായിരുന്നു. വലിയ പൊട്ടിച്ചിരികളും തമാശകളുമെല്ലാം കോളേജ് ക്യാമ്പസിലും അതുപോലെ അച്ഛൻ്റെ മറ്റ് പ്രവർത്തന മേഖലകളിലുമെല്ലാം ഉണ്ടായിരുന്നു. വളരെ സൗമ്യനാണ്. പക്ഷേ കുറുക്കിക്കൊള്ളുന്ന വർത്തമാനം ഉത്തരമായിട്ട് പറയുമായിരുന്നു. അതച്ഛൻ്റെ ബൗദ്ധികമായിട്ടുള്ള മികവായിരുന്നു. നല്ല ശുശ്രൂഷ ചെയ്ത് ഈശോയോട് ചേർന്ന് നിൽക്കണമെന്നുള്ള ആ ഒരു വലിയ ആവേശം അച്ഛനിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അച്ഛൻ എപ്പോഴെല്ലാം മുറിയിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം പോകാൻ നേരത്ത് മുട്ടിൽമേൽ നിന്ന് ആശീർവാദം മേടിച്ച് മോതിരം മുത്തിയിട്ടേ അച്ഛൻ പോവുകയുള്ളൂ. അച്ഛന് സമ്മതിക്കല. അച്ഛൻ മുട്ടിൽമേൽ നിൽക്കേണ്ട, പറ്റില്ലോ എന്ന് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കല. അച്ഛൻ ആ മേശയിലെല്ലാം പിടിച്ച് വളരെ വിഷമിച്ച് മുട്ടിൽ നിന്ന് ആശീർവാദം മേടിക്കും. വലിയൊരു കാറ്റക്കേസിസ് അച്ഛന് പലാരൂപതയിലെ വൈദികർക്ക് നൽകിയിട്ടുണ്ട്. കോളേജിലായിരുന്നപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളുമെല്ലാം കോളേജ് കുട്ടികൾക്ക് വളരെ കൗതുകകരമായ കാര്യമായിരുന്നു, ഇമ്പകരമായ കാര്യമായിരുന്നു. ഞങ്ങൾ മൈനർ സെമിനാരിയിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിലാണ് അച്ഛൻ ക്ലാസ് കഴിഞ്ഞ് പാലാ സെൻറ്റ് തോമസ് കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള വഴിയിലൂടെ ഒരു കുടയുമൊക്കെ കുത്തി എല്ലാ ദിവസവും റെഗുലറായിട്ട് നടക്കാൻ പോകുന്ന ആളും ആയിരുന്നു. അതെല്ലാം അച്ഛനൊരു സുവിശേഷ പ്രഘോഷകനെ പോലെയായിരുന്നു. ഗ്ലോബയിടാതെ അച്ഛനെ ഒരിക്കലും കണ്ടിട്ടില്ല. അതുതന്നെ ഒരു സുവിശേഷവൽക്കരണമാണ്. നല്ല നിർദ്ദേശങ്ങളും മൂല്യങ്ങളും ആയിരുന്നു അച്ഛനെപ്പോഴും കുറിപ്പായിട്ട് കടലാസിൽ പോക്കറ്റിൽ സൂക്ഷിച്ചു കൊണ്ടിരുന്നത്. മുട്ടയേറെ പ്രൈസോമിലായിരുന്നപ്പോഴും അച്ഛനെ കാണുമ്പോഴൊക്കെ അച്ഛന് പോക്കറ്റിൽ കൈയിട്ട് പിതാവ് വന്നെങ്കിൽ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എടുക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് പാലക്കാട് രൂപതയിൽ വലിയ ഒരു ഉണർവും ഉന്മേഷവും നൽകിയ ഒരു ശ്രേഷ്ഠ ആചാര്യനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട യൂസഫച്ചൻ എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്.
അച്ഛന് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന ഈ കുർബാനയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 43 മുതലുള്ള 7 തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടത്. അവിടെ കർത്താവ് നഥാനിയേലിനെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു വാക്യമുണ്ടല്ലോ, നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. എനിക്ക് അച്ഛനെക്കുറിച്ച് പറയാനുള്ളതും അതാണ്. യാതൊരു ഡ്യൂപ്ലിസിറ്റിയും ഇല്ലാത്ത നിഷ്കപടനായ ഇന്നസെൻ്റായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. യഥാർത്ഥ ഇസ്രായേൽക്കാരൻ ഈശോയെ അറിഞ്ഞവനാണ്. അല്ലാത്തവരൊക്കെ ഈശോയ്ക്കെതിരായിട്ട് സംസാരിച്ചവരാണ്. നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്നുള്ള ഈശോയുടെ ആ തിരുവചനം നമുക്ക് നമ്മുടെ വല്യച്ഛനെക്കുറിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ പറയാനായിട്ട് സാധിക്കും. ആ തിരുവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലവും നമുക്കറിയാം. ഫിലിപ്പോസ് ഈശോയെ നേരത്തെ കണ്ടു. ഫിലിപ്പോസിന് വലിയൊരു ആത്മസംതൃപ്തി ഈശോയെ കണ്ടപ്പോൾ ഉണ്ടായി. ഫിലിപ്പോസ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിരുന്നു നഥാനിയേൽ. നഥാനിയേലിനോട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ കൂട്ടത്തിൽ മറ്റുള്ളവരുമുണ്ട്, ഞങ്ങൾ മിശിഹായെ കണ്ടു. വലിയൊരു ഡിക്ലറേഷനാണത്. ഞങ്ങൾ മിശിഹായെ കണ്ടു. വെളിപാടിൻ്റെ തിരുവചനമാണ്. അപ്പോൾ നഥാനിയേലിൻ്റെ സ്വാഭാവികമായ ആകാംക്ഷയിൽ അദ്ദേഹം അത്ര പെട്ടെന്നത് സ്വീകരിച്ചില്ല. നസറത്തിൽ നിന്ന് നന്മയുണ്ടാകുമോ? അവിടെ വിജാതീയർ താമസിക്കുന്ന സ്ഥലമല്ലേ, അവിടെ നിന്നാണോ രക്ഷകൻ വരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്കും ഫിലിപ്പോസ് നൽകുന്ന ഒരു പാഠമാണ്. നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ വളരെ ക്ലേശകരമായ സമീപനങ്ങൾ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. കം ആൻഡ് സീ, അതാണ് അദ്ദേഹം പറഞ്ഞത്. വേനി എത്തു വീതെ, വരിക, കാണുക. അതൊരു മാന്യമായ ഒരു പ്രബോധനമാണല്ലോ. ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അതിനോട് പെട്ടെന്ന് ചേർന്ന് നിൽക്കാൻ പറ്റാതെ വന്ന ആ സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞത് ശാന്തമായ വാക്കുകളാണ്. കം ആൻഡ് സീ, വന്ന് കാണുക. അങ്ങനെ ചെന്നു. അങ്ങനെ നടന്ന് കർത്താവിൻ്റെ പക്കലേക്ക് വന്നുകൊണ്ടിരുന്ന നഥാനിയേലിനെ കണ്ടപ്പോഴാണ് ഈശോ പറഞ്ഞത്, നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അത്ര സമ്പന്നമായ വാക്കുകളിൽ ഈശോ പത്രോസിനെക്കുറിച്ചോ അന്ത്രയോസിനെക്കുറിച്ചോ യോഹന്നാനെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. പരിശുദ്ധിയുടെ പരിമളം പരത്തുന്ന വാക്കുകളാണല്ലോ അത്. ഇവർ രണ്ടുപേരും, ഫിലിപ്പോസും നഥാനിയേലും, ദൈവവചനത്തിൽ ആഴപ്പെട്ട അറിവുള്ള വ്യക്തികളായിരുന്നു. അതുകൊണ്ടാണല്ലോ രണ്ടുപേരും പറഞ്ഞത്, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്. പഴയ നിയമം മുഴുവൻ അവർക്കറിയാം, പൂർണ്ണമായിട്ടും അവരത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു. നീ ഇസ്രായേലിൻ്റെ രാജാവാണ് എന്ന് അവർക്ക് പറയുവാൻ തക്കവണ്ണം വേദപുസ്തകം നല്ലതുപോലെ പരിചയമുള്ള വ്യക്തിയായിരുന്നു. ആ പരിചയത്തിന്മേലാണ് കർത്താവ് ഒരു പൂർത്തീകരണ വാക്ക് നൽകിയത്. നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. വേദപുസ്തകം പഠിച്ച് പഴയ നിയമം മുഴുവൻ കാണാതെ പഠിച്ച് ഈശോയെ അല്പം പോലും അറിയാതെ നടക്കുന്ന എത്രയോ ആളുകൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇസ്രായേലിൽ തന്നെയുണ്ട്. യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് വിളിക്കുവാൻ അല്ലെങ്കിൽ വിശേഷിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു ആട്രിബ്യൂട്ട് വാസ്തവത്തിൽ അനശ്വരമായ ഒരു കാര്യമാണ്. തുടർന്നുള്ള ഭാഗത്ത് ഈശോ പറഞ്ഞല്ലോ, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന കാലം മുതൽ നിന്നെ എനിക്കറിയാം. എങ്ങനെയാണ് ഈശോ ഈ കമൻറ്റ് പറഞ്ഞത്? ഇന്നസെൻ്റാണ്, ഡ്യൂപ്ലിസിറ്റി ഇല്ല, സത്യസന്ധനാണ്
എ ട്രൂ ഇസ്രയേലൈറ്റ് എന്നൊക്കെ പറയാൻ എങ്ങനെയാണ് കർത്താവിന് ഇത് സാധിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ആണ് ഈശോ പറഞ്ഞത്, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ആയിരുന്ന കാലം മുതൽ എനിക്ക് നിന്നെ പരിചയമുണ്ട്. അത് സാധാരണഗതിയിൽ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ യഹൂദന്മാർ തണൽ നോക്കിയിരുന്ന് വേദപുസ്തകം പഠിച്ച് സങ്കീർത്തനങ്ങളൊക്കെ കാണാതെ പഠിക്കുന്ന ഒരിടമാണ്, നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന പോലെ. പക്ഷേ മൂലഭാഷയോട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അവൻ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു ക്വാളിഫിക്കേഷൻ അല്ലായിരിക്കാം. മോശമായ രീതിയിൽ ജീവിക്കുന്നവർ നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ. ദേവാലയത്തിൽ തിരുക്കർമ്മം നടത്തുമ്പോഴും ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കാതെ ദേവാലയത്തിന് മുമ്പിലുള്ള മാവിൻ്റെ കീഴിൽ നിന്ന് വർത്തമാനം പറഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് വൈരാഗ്യം കൊണ്ടൊന്നുമല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞത്, ഈ ഇസ്രായേൽക്കാരിൽ ദൈവം വന്ന് പിറന്ന് ഇതിലെ നടന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് ഒക്കെ പ്രസംഗിക്കുമ്പോഴും നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നുള്ളൂ എനിക്കറിയാം. പക്ഷേ നിന്നിലിപ്പോൾ ഒരു വ്യത്യാസം കണ്ടിരിക്കുന്നു. നീ പഠിച്ച ആ പഴയ നിയമത്തിൽ യഥാർത്ഥ വെളിപാടായ മിശിഹായെ തിരിച്ചറിയാൻ നിനക്ക് കഴിഞ്ഞു. ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും നീ കാണും. യാക്കോബിന് കിട്ടിയ അനുഭവം അതായിരുന്നല്ലോ. യാക്കോബിന് കിട്ടിയ ദർശനം ഇവിടെ നഥാനിയേലിനും കിട്ടുന്നു എന്നത് വലിയൊരു കാര്യമാണ്. ഓരോ പരിശുദ്ധ കുർബാനയിലും ഞാൻ കരുതുന്നത്, ബഹുമാനപ്പെട്ട ഔസേപ്പച്ചൻ അർപ്പിച്ച ഓരോ കുർബാനയിലും സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നതും അദ്ദേഹം കണ്ടിട്ടുണ്ട്. കർത്താവേ, നിൻ്റെ പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന് വസിക്കണമേ എന്നുള്ള കാർമ്മികൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കുകയും റൂഹ ഇറങ്ങുകയും കർത്താവിൻ്റെ ശരീരത്തിൻ്റെ മേൽ ആവസിച്ച് അതിനെ ഈശോയുടെ തിരുശരീര രക്തങ്ങളായിട്ട് മാറ്റുകയും ചെയ്യുന്ന അടിസ്ഥാനപരമായ വേദപാഠം ആണ് നമ്മളിവിടെയും കാണുന്നത്. സ്വർഗം തുറക്കുന്ന അവസരമാണ് നമ്മൾ കുർബാന ചെല്ലുമ്പോൾ. അങ്ങനെ ദീർഘമായ പതിറ്റാണ്ടുകൾ അച്ഛൻ ഈ സ്വർഗം തുറന്ന അനുഭവം നേരിട്ട് മനസ്സിലാക്കി. ഞാനൊരിക്കൽ വീട്ടിൽ അച്ഛനെ അന്വേഷിച്ച് വന്നപ്പോൾ വീട്ടിൽ ഉള്ള അച്ഛൻ്റെ സഹോദരൻ്റെ മകനാണെന്ന് ഞാൻ കരുതുന്നതിനോട് പറഞ്ഞു, അച്ഛൻ കുർബാനയിലാണ്. അച്ഛൻ 2.5 മണിക്കൂറെങ്കിലും എടുക്കും കുർബാന തീർക്കാനായിട്ട്. പിതാവിന് ഒത്തിരി തിരക്കുള്ള ആളല്ലേ, പിതാവ് ആ സൈഡിലേക്കൊന്ന് കയറി നിന്ന് ഒന്ന് നോക്കിയാൽ മതി, കുർബാന ചൊല്ലുകയാണല്ലോ. അപ്പം ഞാൻ അപ്രകാരം ചെയ്തു. അച്ഛൻ ആ കണ്ണാടിയുടെ മുകളിൽ കൂടെ എന്നെ ഒന്ന് തീവ്രതയിൽ നോക്കി, എന്നിട്ടൊന്ന് തല കുനിക്കി. വേറൊന്നും വേണ്ടിയില്ല, കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ഞാൻ ഓർക്കുകയായിരുന്നു, അച്ഛനൊരു 2.5 മണിക്കൂറെങ്കിലും എടുക്കും കുർബാന ചൊല്ലുന്നതിന്. അതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ച് സ്വർഗം തുറക്കപ്പെടുന്നുവെന്ന് ബോധ്യപ്പെട്ട രീതിയിലുള്ള ബലിയർപ്പണത്തിൻ്റെ ആളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്. അച്ഛന് നന്നായിട്ട് വേദപുസ്തകം അറിയാമായിരുന്നു. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കുറിച്ച് വെച്ച് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണോ, അല്ലെങ്കിൽ പിതാവ് അതൊന്ന് വിശദീകരിക്കാമോ, നിരന്തരമായിട്ട് തിരുവചനം പഠിക്കുന്ന കാര്യത്തിൽ അച്ഛൻ വലിയ ശ്രദ്ധ ചെലുത്തിയ ആൾ കൂടിയായിരുന്നു. ഫിലിപ്പോസ് കർത്താവിൻ്റെ സാന്നിധ്യത്താൽ വളരെയേറെ അടിസ്ഥാനപരമായ മാറ്റങ്ങളിലേക്ക് വന്നവനാണ്. ഹി വാസ് റിയലി ടച്ച്ഡ് ആൻഡ് മൂവ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ജീസസ്. അങ്ങനെ ഒരാളിന് വരുമ്പോൾ അയാൾക്കത് വേറെ ആരോടും പറയാതിരിക്കാൻ ഒക്കാതെ വന്നു. ഞാൻ കർത്താവിനെ കണ്ടു എന്നത് അത് പറയാൻ അദ്ദേഹത്തിൻ്റെ അന്തരംഗം പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം നഥാനിയേലിനോട് പോയി ഈ കാര്യം പറയുന്നത്. ശരിക്കുള്ള അജപാലന വർക്ക്, സുവിശേഷവൽക്കരണം അതാണല്ലോ. നമ്മൾ കണ്ട ഈശോയെക്കുറിച്ച്, നമ്മൾ അനുഭവിച്ച ഈശോയെക്കുറിച്ച് നമ്മളുടെ സഹോദരന്മാരോട് നമ്മൾ പറയുന്നതാണ് സുവിശേഷവൽക്കരണം, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത്. അങ്ങനെ സംഭവിച്ച കാര്യമാണ് ഇവിടെയും നമ്മൾ കാണുന്നത്.
അദ്ദേഹം കണ്ട ഈശോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നും നിർബന്ധിക്കാണ്ട് നഥാനിയേലിനോട് യു കമാൻഡ് സീ എന്ന് പറയുകയും അങ്ങനെ വന്ന കർത്താവിൻ്റെ പക്കൽ നിന്ന് വലിയ ഒരു പ്രോത്സാഹനം ഒരുപക്ഷേ വേദപുസ്തകത്തിൽ വേറെ ആർക്കും കിട്ടാത്ത വിധത്തിലുള്ള പ്രോത്സാഹനം ലഭിച്ച ആളാണ്. സഭയുടെ പിതാക്കന്മാർ പറയാറുണ്ട്, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു എന്ന് പറയുമ്പോഴും ഉണങ്ങിപ്പോകാത്ത അത്തിമരത്തിൻ്റെ ചുവട്ടിലാണ് നഥാനിയേൽ ഇരുന്നതെന്ന്. ഈശോ ശപിച്ച അത്തിമരമുണ്ടല്ലോ, ആ നിമിഷം ഉണങ്ങിപ്പോയി. നല്ല കൊഴുപ്പോടെ നിന്ന ആ വൃക്ഷം. നഥാനിയേൽ ഇരുന്നത് ഈ ശപിക്കപ്പെട്ട അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലല്ലായിരുന്നു, ഉണങ്ങിപ്പോയ മരത്തിൻ്റെ ചുവട്ടിലല്ലായിരുന്നു. ഒരുപക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിരന്തരമായിട്ട് ദൈവവചനം വായിച്ചു പഠിച്ച ആ തണലിടമായിരിക്കാം ആ അത്തിവൃക്ഷം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈശോ നഥാനിയേലിനെക്കുറിച്ച് അത്രമാത്രം വലിയ സന്തോഷത്തോടു കൂടി സംസാരിച്ചതും പെരുമാറിയതുമെല്ലാം. നമുക്ക് നമ്മുടെ യൂസപ്പച്ചനെ ഓർക്കുമ്പോഴുള്ളത് ഈ ചിത്രമാണ്. നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ, സത്യസന്ധനായ ഫലക്കാരൻ, ഒരച്ഛൻ. സത്യം മാത്രം പറയുകയും സത്യത്തെ ഏറ്റവും ആദരിക്കുകയും ചെയ്ത സത്യസന്ധനായ ആളായിരുന്നു യൂസപ്പച്ചൻ. അദ്ദേഹം വളരെ ശാന്തനായിട്ട് നടക്കുമ്പോഴും അതൊരു പ്രീച്ചിങ് ആയിരുന്നു, അതൊരു ക്ലാസ്സായിരുന്നു, അതൊരു ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത് ആയിരുന്നു. അങ്ങനെ ആയിരങ്ങളുടെ മനസ്സിൽ അദ്ദേഹമുണ്ട്. സിനഡ് അവസരത്തിലൊക്കെ എന്നോട് പീറ്റർ പിതാവും ഇതിനു മുമ്പുണ്ടായിരുന്ന മേലധ്യക്ഷനുമൊക്കെ അച്ഛനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. അച്ഛൻ ഞങ്ങളുടേതു കൂടിയാണ്, വർഷങ്ങൾ അവിടെ ജോലി ചെയ്തല്ലോ, അതുകൊണ്ട് യൂസപ്പച്ചൻ ഞങ്ങളുടേതു കൂടിയാണ് എന്നവർ രണ്ടുപേരും പലപ്പോഴും പറയുമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അതാണ്. അങ്ങനെ അച്ഛനായിത്തീരുകയാണ്. അവരുടെ മനസ്സിൽ, അവരുടെ രൂപതയിൽ ഇരിപ്പിടം നേടിയ ആളാണ്. ജെയിംസ് പിതാവും പീറ്റർ പിതാവും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. അച്ഛൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളുമായ ധാരാളം വൈദികരി പരിശുദ്ധ കുർബാനയിലും തിരുക്കർമ്മത്തിലും പങ്കെടുക്കുന്നുണ്ട്. വലിയൊരു തറവാട്, ആ തറവാടിൽ ജ്വലിച്ചു നിന്ന ഒരു ദീപമായിരുന്നു അച്ഛൻ. അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യം. ഹി വാസ് എ ട്രൂ പ്രീസ്റ്റ്. എല്ലാ അർത്ഥത്തിലും എനിക്കതാണ് പറയാനുള്ളത്. എല്ലാ അർത്ഥത്തിലും ഹി വാസ് എ ട്രൂ പ്രീസ്റ്റ്. അങ്ങനെ കർത്താവിൻ്റെ വീട്ടിലേക്ക്, സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ബ്രാഹത്തിൻ്റെ മടിയിൽ അച്ഛൻ്റെ ആത്മാവിന് ഇരിപ്പിടം കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ട്. അച്ഛൻ ഒരുപാട് പേർക്ക് ഈശോയെ നൽകി. അങ്ങനെ നല്ല ഒരു വലിയ സുവിശേഷ സന്ദേശം ഈ ലോകത്ത് നൽകി കർത്താവിൻ്റെ വീട്ടിലെത്തുമ്പോൾ ആ ട്രാൻസിത്തൂസ്, ആ കടന്നുപോകൽ ഒരു സംഭവം തന്നെയാണ്. അച്ഛനത്രമാത്രം എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്നു. എല്ലാ തിരുക്കർമ്മങ്ങളിലും കൃത്യനിഷ്ഠയോടുകൂടി അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഏതെങ്കിലും ഒരു പ്രാർത്ഥന മാറിപ്പോയോ അല്ലെങ്കിൽ മറന്നുപോയോ എന്നുള്ള സംശയം തോന്നിയാൽ വീണ്ടും ആ പേജുകളെല്ലാം എടുക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു പ്രായമാകുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പം തോന്നില്ല, പ്രാർത്ഥന ഒന്ന് വിട്ടുപോയോ. അച്ഛനത് വീണ്ടും അത് കണ്ടെത്തുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് പ്രാർത്ഥനയിൽ കഴിഞ്ഞ അച്ഛൻ നമ്മുടെ രൂപതയുടെ വിളക്കായിരുന്നു. അച്ഛൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ പിതാക്കന്മാരുടെയും വൈദികരുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും എല്ലാം സാന്നിധ്യവും പ്രാർത്ഥനയും സ്വർഗപ്രവേശനം എളുപ്പമുള്ളതാക്കും എന്നെനിക്ക് ബോധ്യമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിനു വേണ്ട ക്രമീകരണമെല്ലാം ചെയ്ത സ്നേഹനിധിയായ വിയാരിച്ചനെ സ്നേഹത്തോടെ ഓർക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമയ്ക്ക് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛന് അച്ഛൻ്റെ ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.